അമ്മയുടെ കഥകളി അരങ്ങേറ്റം നടക്കാൻ പോവാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തില് ഓരോ പ്രായത്തിലും പല പല ആഗ്രഹങ്ങളായിരിക്കും അല്ലെ. അപ്പൊ അതുപോലെ എന്റെ അടുത്ത് ഒരു 5 വയസ്സുണ്ടാകുമ്പോ എന്താവണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ, ഹലോ ഞാനിവിടെ സാഹിത്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കോൺസെൻട്രേറ്റ് പ്ലീസ് ഫോക്കസ്. ശങ്കടോ, ഞാൻ വലിയ കാര്യമായിട്ടൊരു കാര്യം പറയാണ്. ഇപ്പൊ ഷാക്കിനോട് അടുത്ത് എന്ത് ആവണം വളർന്നു വരുമ്പോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനിപ്പോ പറയും ഫയർമാൻ എന്ന്, അതാണ് അവന്റെ ആഗ്രഹം. കക്കിട്ടു പറയും ആക്ട്രസ് ആവണമെന്ന്. അപ്പം നമ്മുടെയൊക്കെ സമയത്ത് എന്താ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ അച്ഛൻ പറയാറുണ്ടായിരുന്നു നീ പോലീസ് ആയാൽ മതി, ചിന്നു IAS ആയാൽ മതി എന്നല്ലേ. പക്ഷെ ഇതുപോലെ ട്രെയിനിങ്ങിലും അതിന്റെ ഏകദേശം അടുത്തെത്താറ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ശങ്കർ ഞാൻ സംസാരിക്കുന്നത് ഇതൊരു ഇമ്പോർട്ടന്റ് വ്ളോഗാണ്. ഇതിൽ കുറെ സീരിയസ് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. റെഡി? Can I talk? അത് കേൾക്കൂല. എനിക്ക് മസാല ദോശ എനിക്ക് ഗീ റോസ്റ്റ് എടുക്കുന്നുണ്ട്. അല്ല അവക്ക് അല്ല കിട്ടിയില്ല. എനിക്ക് മസാല ദോശ. യു വോണ്ട് എല റൈറ്റ്? ഗീ റോസ്റ്റ് വന്നു. നമ്മളിപ്പോ ഉള്ളത് പിഷാരടി. അല്ല നീ എവിടെയാ പോകുന്നത് പറഞ്ഞില്ല. ദോശ വന്നില്ലേ? അപ്പൊ പറ. സസ്പെൻസ്. നമ്മളിപ്പോ പോണത് ചമ്മന്തി. എന്നെ ആരും സംസാരിക്കാൻ സമ്മതിക്കണില്ല. പ്ലീസ്. നമ്മള് നമ്മുടെ അമ്മയെ കാണാൻ പോവാ. അമ്മ എന്ത് ചെയ്യാൻ പോവാന്ന് ചോദിച്ചാൽ അമ്മ അവിടെ കഥകളി പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുക. അമ്മയുടെ അരങ്ങേറ്റാണ് അടുത്ത മാസം, കഥകളിയുടെ അരങ്ങേറ്റം. അപ്പൊ ഞെട്ടിയോ? ഇത് ഞെട്ടേണ്ട രീതിയിൽ പറയണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ എനിക്കറിയാം നിങ്ങൾ ഞെട്ടും, ഇങ്ങനെ ആയാലും ഞെട്ടും. വേറൊന്നുമല്ല, കുറെ വർഷങ്ങളായിട്ട് അമ്മയ്ക്ക് ആഗ്രഹമുണ്ട് കഥകളി പഠിക്കാനും അതിലൊരു അരങ്ങേറ്റം ചെയ്യാനും ഒക്കെ. അപ്പൊ ഞങ്ങളെ അത് കെട്ടിച്ചു വിട്ട് അമ്മ പല വഴിക്ക് പോട്ടെ എന്നൊക്കെ വിചാരിച്ചു നിങ്ങളൊക്കെ. അപ്പൊ പക്ഷെ എന്നാലും ഞങ്ങളുടെ ശല്യം സഹിക്കാൻ പറ്റുന്നില്ല എന്ന് അമ്മ മനസ്സിലാക്കിയെടുത്തോളം അമ്മക്ക് മനസ്സിലായി. ഇത് മാറ്റി വെച്ചിട്ട് ഇനി കഥകളിക്ക് പോകാൻ നടക്കില്ല. അപ്പൊ അതവിടെ നടന്നോട്ടെ. പക്ഷെ ഞാൻ കഥകളി പഠിക്കാൻ പോകും എന്ന് വിചാരിച്ചിട്ട് തന്നെ ഇവിടെ അപ്പൊ അവിടെ റെസ്റ്റോറന്റിൽ കുറെ പേര് വരാൻ തുടങ്ങിയപ്പം ഞാൻ അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ പറഞ്ഞു വന്നത്, കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് അമ്മയുടെ ഒരു ഹാർഡ് വർക്കിന്റെ ഒരു ഫലമായിട്ട് ഫൈനലി അടുത്ത മാസം, ദാറ്റ് ഈസ് ഹാപ്പനിങ്, അടുത്ത മാസം കാഞ്ഞങ്ങാടിൽ വെച്ച് അമ്മയുടെ കഥകളി അരങ്ങേറ്റം നടക്കാൻ പോവാണ്. നല്ല ടൈമിംഗ് ആയിരുന്നു, പക്ഷെ ഇനി മിണ്ടാതിരുന്നോട്ടാ. അങ്ങനെ ഞങ്ങൾ ഫൈനലി ലൊക്കേഷൻ എത്തി. ദാ നോക്കിക്കോ. ഹായ് അമ്മ, എങ്ങനെയുണ്ട് കോട്ടക്കലിലെ കുറച്ച് ദിവസമായിട്ടുള്ള ഇങ്ങോട്ട് വാ. അടിപൊളിയാണ്. അമ്മ 2 കുഞ്ഞുമക്കളെയും കണ്ടപ്പോഴത്തേക്ക് അമ്മ എല്ലാം മറന്ന് മണ്ണ് കെട്ടിപ്പിച്ച് തുടങ്ങി എല്ലാം. അടിപൊളിയാണ്. അമ്മ നടു റോട്ടിൽ നിന്നുകൊണ്ട് കണ്ട എല്ലാ വണ്ടികളും കയറ്റി. എന്റെ 2 മക്കളും കൊച്ചുമക്കളും ഒരു വണ്ടിയിൽ പെട്ടിട്ടുണ്ട്, ഒന്നും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമോ എന്ന് പറഞ്ഞ് എല്ലാ വണ്ടികളും വിട്ടോണ്ടിരിക്കുന്നു. പക്ഷെ ഞങ്ങൾ വിദഗ്ധമായി വേറെ വഴി എത്തി. സോ ഹൗ ഡസ് ഇറ്റ് ഫീൽ അമ്മ? അമ്മ വിചാരിച്ചിരുന്ന അമ്മയുടെ മക്കളും കൊച്ചുമക്കളും അമ്മനെ ഇങ്ങനെ കാണാൻ വരുന്നത് എങ്ങനെയാണ്? അമ്മനെ സന്തോഷം പ്രകടിപ്പിക്കൂ പ്ലീസ്. ഇന്ന് എത്ര മണിക്കാ? വെരി നൈസ്. ഇന്ന് എത്ര മണിക്കാ പ്രാക്ടീസ്? ഇപ്പൊ വരുമോ? ഇപ്പൊ തുടങ്ങോ? 11:30 വരുവേ.
എന്നിട്ട് എത്ര നേരം ഒരുമിച്ച്? ഇല്ല, രാവിലെ 1 hour, പിന്നെ വൈകുന്നേരം 5 മണിക്ക് ആദ്യം വരും. 5 മണിക്ക് ആദ്യം. ഓക്കെ. അപ്പൊ ആശാൻ എപ്പോ വരും? ആശാനും വരും 11:00. ആശാൻ വരുള്ളൂ. ആശാത്തി ഇപ്പൊ എത്തും. ഓക്കെ, ആശാൻ 11:00. ഓക്കെ, അപ്പൊ ആശാൻ ഇപ്പം കുറച്ചു നേരത്തിനുള്ളിൽ വരും. അപ്പൊ പ്രാക്ടീസിന് മുമ്പ് എന്തെങ്കിലും ഹോംവർക്ക് ഉണ്ടോ? എപ്പോഴും ഉണ്ടോ അവർക്ക്? നല്ല കുട്ടി അല്ലാത്തോണ്ട് ചെയ്യാറില്ല. ഇതാണ് നമ്മുടെ ഉണ്ണിക്കുട്ടേട്ടൻ. ഉണ്ണിക്കുട്ടേട്ടൻ്റെ ഒരു പെർഫോമൻസിന്റെ ഫോട്ടോ ആണിത്. ഇത് നമ്മുടെ ഫാമിലിയിലെ എല്ലാവരുടെയും വീട്ടിൽ ഒരു ഉണ്ണിക്കുട്ടേട്ടന്റെ പടം എന്തായാലും ഉണ്ടാവും ഇതുപോലത്തെ. ദേ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. യെസ്, യു വെയിറ്റിംഗ് ഫോർ ഉണ്ണിക്കുട്ടേട്ടൻ? യെസ്, കം ലെറ്റ്സ് ഗോ ഡൗൺ. അമ്മ ഇപ്പൊ വെറുതെ ഇരിക്കാറില്ല അല്ലേ? അമ്മ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നമുക്ക് ഓരോ മുദ്രകളാണ്. കുറച്ച് മുദ്രകളൊന്ന് കാണിച്ചിരുമ്പോ അമ്മക്ക് ഫുൾ ടെൻഷൻ, ഒന്നും ഓർമ്മയിൽ നിക്കുന്നില്ല എന്ന്. എന്ത് പറ്റി അമ്മ? ടെൻഷന്റെ അല്ലേ ഇത്? മറന്നു പോവോ, കുറച്ച് ദിവസമേ ബാക്കിയുള്ളൂ, അതിന്റെ ഒക്കെ അല്ലേ? പിന്നെ നമ്മള് വേഷം കെട്ടി കഴിയുമ്പോ മറക്കുവോന്നൊരു, കാരണം നമ്മള് ഒരു സെക്കൻഡ് നമ്മളെ കോൺസെൻട്രേഷൻ വിട്ടാൽ മതി, എല്ലാം പോകുന്നു. എമ്മിക്കും അടക്കം ഇടയ്ക്ക് നമ്മൾ വേറെ എന്തെങ്കിലും ഒരു സെക്കൻഡ് ഒന്ന് ചിന്തിച്ചാൽ മതി, അപ്പോഴേക്കും സ്കിപ്പായി പോകും. താളവും തോന്നുന്നു. ഞാൻ ആദ്യമായിട്ട് കഥകളി കാണുന്നത് എങ്ങനെയെന്നറിയോ? എന്റെ അച്ഛൻ, എന്റെ അമ്മയുടെ അച്ഛൻ, അച്ഛന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോം ഓഫ് എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ, ആ അച്ഛന്റെ ഫസ്റ്റ് ലവ് അല്ലേ അമ്മ? ശരിക്കും അച്ഛന്റെ ഫസ്റ്റ് ലവ് കഥകളിയായിരുന്നു. ഹിസ് ബിഗ്ഗസ്റ്റ് ഡ്രീം ആണ് അച്ഛൻ. ഇപ്പൊ മേലെന്ന് കാണുന്നുണ്ടാവും, വിചാരിച്ചിട്ടുണ്ടാവില്ല അച്ഛന്റെ ഏറ്റവും ചെറിയ ആള് ഫൈനലി കഥകളി വേഷം. അമ്മയുടെ വേഷം ഏതാ? കൃഷ്ണ വേഷം. അതായത് നമ്മള് കഥകളി എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും കാണുന്ന ഒരു വേഷം ഉണ്ടല്ലോ, കൃഷ്ണ വേഷമാണ് നമ്മൾ മിക്ക സമയങ്ങളിലും കാണാറ്. അപ്പൊ ആ വേഷമാണ് നമ്മൾ കെട്ടാൻ പോണത്. അപ്പൊ അമ്മയുടെ കൂടെ രമ്യ ചേച്ചി, ഉണ്ണിക്കുട്ടന്റെ വൈഫും കഥകളി ആർട്ടിസ്റ്റ് ആണ്. രമ്യ ചേച്ചിയും കളിക്കുന്നുണ്ട്. ചേച്ചിയുടെ വേഷം എന്താ? എന്താ സ്റ്റോറി? ഏത് ബേസ് ചെയ്തിട്ട്? ദുര്യോധനവധം സ്റ്റോറി ബേസ് ചെയ്തിട്ടാട്ടോ. അപ്പം ഈ കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അമ്മയുടെ അരങ്ങേറ്റത്തിന്റെ വീഡിയോയില് ഞാൻ കാണിച്ചു തരാം. അപ്പോ ആ സമയത്ത് പക്ഷെ അമ്മമ്മയും അച്ഛനും കഥകളി കാണുമ്പോ അമ്മ കാണാറുണ്ടായിരുന്നു. എനിക്കും ഇഷ്ടമാണ് കഥകളി. പക്ഷെ ആ സമയത്ത് അച്ഛനെ കഥകളി പദം മാത്രമേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ, കഥകളി പഠിക്കാൻ പറ്റില്ല. കഥകളിക്ക് പകരം ഈ ഭരതനാട്യം, മോഹിനിയാട്ടം അതെല്ലാം പഠിക്കാൻ പറ്റിരുന്നു. പക്ഷെ കഥകളി എന്താ പഠിക്കാൻ വിടാഞ്ഞ് ഞാൻ അറിയുമ്പോഴത്തേന് അതെന്താ അറിയോ, ആ സമയത്തെല്ലാം നമ്മൾ സ്കൂളിലെല്ലാം പഠിക്കുന്ന സമയത്ത് കഥകളി പഠിക്കണമെങ്കിൽ ആശാന്റെ വീട്ടിൽ പോയി നിന്ന് പഠിക്കണം. അപ്പൊ അത് അച്ഛന് അത്ര കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണെന്ന് തോന്നുന്നു എന്നെ കഥകളി പഠിപ്പിക്കാതിരുന്നത്. അങ്ങനെ അമ്മയുടെ ആശാൻ എത്തുന്നു. അമ്മ കൺമുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നു, മുന്നിൽ ചെന്ന് പെടാതിരിക്കാൻ. എന്താ അമ്മ? ഉണ്ണിക്കുട്ടനല്ലേ ഇപ്പോ? ആശാൻ എത്തി. ഇതാണ് രമ്യ ചേച്ചി. രമ്യ ചേച്ചിയാണ് അമ്മയുടെ കൂടെ അന്നത്തെ അരങ്ങേറ്റത്തിന്റെ ഐശ്വര്യം. ആശാൻ വന്നല്ലോ. വാണിക്കിട്ട വായോ. ഹലോ കിട്ടു, ഇന്ന് കാണിച്ചു തരാം കേട്ടോ നമുക്ക്. ഏത് അപ്പൊ ഉണ്ണിക്കുട്ടൻ ഇപ്പൊ നേരെ എവിടുന്നാ വരുന്നത്? ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട്, എല്ലാ ആൾക്കാരും ക്ലാസ് കഴിഞ്ഞിട്ട് വരിക. എന്നിട്ട് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് വീണ്ടും പോകും? വീണ്ടും പോകും. പക്ഷെ ഇന്നെന്താ വെച്ചാല് നമുക്ക് അവിടെ ഓണസദ്യ, അത്തസദ്യ ഉണ്ട്. എല്ലാ ആൾക്കാരും. അപ്പൊ നമുക്കൊന്നും അത്തസദ്യ കിട്ടൂല അല്ലെ? കിട്ടൂല. അതെന്താണ്? അത് കിട്ടണമെങ്കിൽ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. എനിക്ക് വരെ കിട്ടൂല, ഞങ്ങൾക്ക് മാത്രം. പായസം വരെ കൊണ്ടുതരാൻ പറഞ്ഞിട്ട് ഈ അത്തസദ്യ അത്തത്തിന് മാത്രം. ഞങ്ങൾക്ക് നാട്ടുകാർക്ക് വൈദ്യശാല തരുന്ന സദ്യ, ഓരോ ഡിപ്പാർട്ട്മെന്റിന് സദ്യ കൊടുക്കും. അതിന്റെ ഫണ്ട് വൈദ്യശാല. അപ്പൊ ഞങ്ങൾക്ക് തരുമ്പോ ഞങ്ങൾ ആൾക്കാർ മാത്രം, കുടുംബാംഗങ്ങൾക്ക് പോലുമില്ല. എന്താ കുടുംബാംഗങ്ങൾക്കും ഇല്ലാത്ത? അതിന്റെ ഫണ്ട് അവര് കൊടുക്കണ്ടേ? അല്ലെങ്കിൽ നമ്മുടെ പിരിവിട്ടിട്ടാണെങ്കിൽ ശരി, ഇവർക്ക് കൊടുക്കാം.
പാവൻ എമ്മേച്ചി ഇതുവരെ അത്തസദ്യ ഉണ്ടാകാനുള്ള ഭാഗ്യം നമ്മളിന്ന് അതുകൊണ്ട് ബിരിയാണി കഴിക്കുന്നത്. നിങ്ങൾക്ക് സൈൻ ലഭ്യനാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, നമ്മൾ ഇന്നത്തെ പ്രാക്ടീസ് സെഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുത്തെ ഫേമസ് സൈൻ റെസ്റ്റോറന്റിൽ പോയി. ഉണ്ണിക്കുട്ടാണ് ഇന്നലെ ഉണ്ട് എന്നെ കൊതിപ്പിക്കുന്നത് സൈൻ ലബാൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ അടുത്ത് എന്ത് സൈൻ ലബാൻ കൊച്ചിയിൽ വന്നു എന്ന് പറഞ്ഞാലും ഇവിടുത്തെയാണ് യഥാർത്ഥ OG സൈൻ ലബാൻ. അത് നമ്മൾ തീരുമാനിക്കും, അവരോട് സംസാരിച്ചിട്ട് തീരുമാനിക്കും ഇവിടെ ആണോ എന്നുള്ളത്. അതെ. ഉണ്ണിക്കുട്ടേട്ട എങ്ങനെയുണ്ട് അമ്മ ആസ് എ സ്റ്റുഡന്റ്? അമ്മ പിന്നെ അമ്മേനെ കുറിച്ച് പറയുമ്പോൾ വെച്ചാൽ കഥകളി പഠിക്കാൻ തുടങ്ങുന്ന മുതൽ ഇപ്പൊ നമ്മൾ കുറെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്, പഠിക്കണം എന്നുള്ള മോഹമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് അത് കഴിഞ്ഞാൽ കുറേ ദിവസം കഴിഞ്ഞാൽ ഞാൻ വരില്ല. പക്ഷെ ആ ദിവസങ്ങളിലൊക്കെ ഞാൻ പ്രാക്ടീസ് എന്ന് എല്ലാവരോടും പറയുന്നുണ്ട്. പക്ഷെ അമ്മേനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഗുണമാണ് ഈ കാണുന്നത്. അതിപ്പോ കാണുന്ന ആൾക്കാർക്ക് അറിയും എന്നുള്ളതാണ്. ഞാൻ പറയുന്നതിനേക്കാൾ ഞാൻ അമ്മേനെ മുമ്പിൽ നിർത്തി പറഞ്ഞാൽ അത് മോശമാണ്. അപ്പൊ ഇതിൽ എന്ത് തെറ്റ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്തം എനിക്കാണ്. അപ്പൊ അത് ചേച്ചിക്ക് അറിയുന്നത് കൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് പിന്നെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഇനിയൊക്കെ സ്റ്റേജിലല്ലേ, കഥകളി അറിയുന്ന കുറെ ആൾക്കാർ മുമ്പിൽ ഇരിക്കുന്നുണ്ട്, അറിയാത്തവർ ഇരിക്കുന്നുണ്ട്. അപ്പൊ അവരൊക്കെ മുമ്പില് പിന്നെ ഞാൻ വിചാരിക്കുന്നത് ഒരു 80% കഥകളി അരങ്ങേറ്റത്തിന് ചെയ്താല് അത് ഏറ്റവും സക്സസ് ആണ്. അപ്പൊ പ്രാക്ടീസിൽ തന്നെ 80 എനിക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ സ്റ്റേജിൽ അതിൽ കൂടുതൽ തരുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ചേച്ചി കേൾക്കാൻ വേണ്ടിട്ടാ പറയുന്നത്. ബാക്കി തട്ടില് ഉണ്ണിക്കുട്ടേട്ടാ, കഥകളി പഠിക്കാൻ മിനിമം അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ഉണ്ടാവേണ്ട ഒരു ചെറിയൊരു കാര്യം എന്താണ് ഒരാൾക്ക്? താളം വേണം. ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവരുത്. ഉണ്ടെങ്കിലും പിന്നെ എന്താ വെച്ചാൽ കഥകളി പഠിപ്പിക്കുന്ന നമ്മളോട് ഗുരുനാഥൻ പറഞ്ഞിരിക്കണേ, ഇത് പഠിക്കാൻ ആഗ്രഹമായിട്ട് വരുന്ന ഒരാളെ പഠിപ്പിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളെ കഴിവിന്റെ പരമാവധി ചെയ്തിട്ട് ഈ കഥകളി പഠിപ്പിക്കുന്നത് പിന്നെ മനസ്സിലേക്കല്ല, ശരീരത്തിലേക്കാണ്. അപ്പൊ പണ്ട് നമ്മൾ പഠിച്ച പിന്നെ 1ാം ക്ലാസ്സിൽ പഠിച്ച പിന്നെ പദ്യം നമുക്ക് ഓർമ്മയുണ്ടാവും. പക്ഷെ നേരെ കുറച്ച് ഈ ഇടയ്ക്ക് 10ാം ക്ലാസ്സും +2 പഠിച്ച ചിലപ്പോൾ ഓർമ്മയുണ്ടാവും. അതേപോലെ നമ്മളെ മനസ്സിലേക്കും ശരീരത്തിലേക്കും കയറുന്നതാണ് കഥകളി. അപ്പൊ അമ്മയ്ക്ക് ഈ സ്റ്റെപ്പുകൾ ഇനി എത്ര കാലം കഴിഞ്ഞാലും മറക്കില്ല എന്നുള്ളത് 100% ഉറപ്പാണ് കഥകളി പഠിക്കുന്ന ഓരോരുത്തർക്കും. അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ട് രമ്യനെ പറയാം. രമ്യ വെച്ചാൽ ഒരു ഡാൻസ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും കലയായിട്ട് ഒരു ബന്ധമില്ല. ആകെ ബന്ധം എന്നെ കല്യാണം കഴിച്ചു മാത്രമാണ്. അവിടുന്ന് അവള് പിന്നെ താളത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളാണെങ്കിലും നൃത്തത്തിൻ്റെതായ ബുദ്ധിമുട്ട് അതൊക്കെ മാറ്റി ഒരു ആവറേജിൽ രീതിയിൽ എന്നെ വലിയ മോശമാക്കാത്ത രീതിയിൽ കളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മള് സ്റ്റേജിൽ വീണ്ടും കയറുമ്പോ കയറിക്കോ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ പറയും അല്ല മോശം ഇരിക്കല്ലേ, അപ്പൊ വലിയ തെറ്റില്ലാതെ പിന്നെ ഭയങ്കരമായ ഇഷ്ടം വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ കളിച്ചു പോകും. അമ്മേനെ നല്ലോണം നോക്കണേ. ബൈ. പണ്ട് അമ്മ നമ്മളെ ഹോസ്റ്റലിലൊക്കെ വിട്ടിട്ട് പോണ പോലെ ഇവിടെ അമ്മേനെ ഹോസ്റ്റലിൽ വിട്ടിട്ട് പോകുന്ന പോലെ തോന്നി എനിക്കും ചിന്നനും. എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. ശരിക്കും ഒരുപാട് സ്ഥലത്ത് ഞാൻ കൺട്രോൾ ചെയ്യായിരുന്നു അമ്മ ഡാൻസ് കളിക്കുന്നത് കണ്ടപ്പം. കാരണം ഭയങ്കര മിക്സ്ഡ് ഇമോഷൻസ് ആയി. ഞാൻ എൻ്റെ അച്ഛനെ ഒരുപാട് മിസ് ചെയ്തു. അമ്മയുടെ അച്ഛനെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനമായിരുന്നിരിക്കും അമ്മയുടെ ഈ കഥകളി അരങ്ങേറ്റ അച്ഛന്. പക്ഷെ എവിടെയെങ്കിലും വെച്ച് അത് കണ്ട് അനുഗ്രഹിക്കുന്നുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ എന്തായാലും ഇനി കഥകളി ദിവസം, അരങ്ങേറ്റ ദിവസം അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും, കാഞ്ഞങ്ങാടാണ്,
എല്ലാം ഞാനൊരു വ്ളോഗിൽ ചെയ്യുന്നതായിരിക്കും. സോ അതിനുവേണ്ടി കാത്തിരിക്കുക. അപ്പോൾ എല്ലാവരും അമ്മയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക, അമ്മയുടെ ഈ അരങ്ങേറ്റത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.